നമ്മളിന്ന് പകൽ ചിന്തിക്കുന്നത് ആ ഒരു വാക്കാണ്, ഡെലിവറൻസ് എന്ന വാക്കാണ്, വിടുതൽ എന്ന വാക്ക്. ബൈബിളിനകത്ത് വിടുതൽ എന്ന വാക്കിനോട് ബന്ധപ്പെട്ട് അതിപ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന 4 വാക്കുകളും, അതിലൊന്ന് 4 അർത്ഥങ്ങൾ. വിടുതൽ എന്ന വാക്കിന് പറഞ്ഞിരിക്കുന്ന 4 അർത്ഥങ്ങൾ. ആ വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം സ്വതന്ത്രമാക്കുക എന്നതാണ്. സെറ്റ് ഫ്രീ എന്ന പദമാണ്. സ്വാതന്ത്ര്യം കൊടുക്കുക അല്ലെങ്കിൽ സ്വതന്ത്രമാക്കുക എന്നതാണ്. ഗലാത്യ ലേഖനത്തിൽ നമുക്ക് അതിനോട് ബന്ധപ്പെട്ടൊരു വാക്യം കാണാൻ കഴിയും. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കുക. അതിൽ ഉറച്ചു നിൽക്കുകയും അടിമ ഉറച്ചിൽ നമ്മൾ എന്ത് ചെയ്യരുത്, പിന്നെ പിടിച്ചു. അപ്പോൾ വിടുതൽ എന്ന പദത്തിന് ഒന്നാമത് കൊടുക്കുന്ന അർത്ഥം സ്വാതന്ത്ര്യം നൽകുക എന്നതാണ്. നമ്മളെ സ്വതന്ത്രരാക്കി മാറ്റുക എന്ന പദമാണ്. അത് ഏതിൽ നിന്നെല്ലാം ഉണ്ട് എന്നത് ദൈവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ആ വാക്ക് നിലനിൽക്കും. രണ്ടാമത്തെ പദം യഥാസ്ഥാനപ്പെടുത്തുക എന്നതാണ്. റീസ്റ്റോറേഷൻ എന്ന പദം. അപ്പോൾ ദൈവം നമ്മളെ ആക്കി വെച്ച ഒരിടത്ത് നിന്ന് നമ്മൾ മാറിപ്പോയി അവിടേക്ക് നമ്മളെ എന്ത് ചെയ്യുകയാണ്, തിരികെ കൊണ്ടുവന്ന് നിർത്തുക എന്നതാണ് ആ പദത്തിൻ്റെ അർത്ഥം. ബൈബിളിലെ ഒറ്റ വാചകത്തിൽ എഴുതാൻ പറഞ്ഞാൽ ഒറ്റ വരിയിലാണ് വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനുമായ ദൈവം എന്നതാണ്. അതുപോലെ ദൈവം ഒരു പ്രത്യേക പർപ്പസിന്, ഒരു ഉദ്ദേശത്തിന് വേണ്ടി, ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മളെ എന്ത് ചെയ്തു, ഉണ്ടാക്കുവാനിടയായി, അല്ലെ തിരഞ്ഞെടുക്കുവാനിടയായി. ദൈവം നമ്മളെ അതിനുവേണ്ടി സൃഷ്ടിക്കുവാനിടയായി. പക്ഷെ ദൈവത്തിന്റെ സകല പദ്ധതികളിൽ നിന്നും മനുഷ്യനെ സാത്താൻ എന്ത് ചെയ്തു, തകർത്തു കളഞ്ഞു എന്ന് വേണം പറയാം. യേശുവിന്റെ കാൽവരി മരണത്തിലൂടെ ദൈവം ഉദ്ദേശിച്ചത് അതാണ്, നമ്മളെ യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ പദവിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. മൂന്നാമത്തെ വാക്ക് രക്ഷിച്ച് സംരക്ഷിക്കുക എന്ന പദമാണ്. റെസ്ക്യൂ ചെയ്യുക എന്ന വാക്കാണ്. അത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഈ അഗ്നിശമന സേനയോട്, ഫയർഫോഴ്സ്, തീ ഉണ്ടാകുന്നിടത്ത്, അതുപോലെ തന്നെ ഒരാള് വെള്ളത്തിൽ മുങ്ങി ചാകാൻ തുടങ്ങുമ്പോഴൊക്കെയാണ് ഈ പദം നമ്മൾ കേൾക്കുന്നത്. ആ ആളെ എന്ത് ചെയ്തു, അവർ രക്ഷിച്ച് റെസ്ക്യൂ ചെയ്യുക എന്ന പദം. ഇതും വിടുതൽ എന്ന പദത്തിനകത്ത് ഉള്ള ഒരു അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ വിടുവിക്കുക മാത്രമല്ല, സംരക്ഷിക്കുകയും കൂടെ ചെയ്യുക എന്നതാണ് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി വരുന്നത്. രക്ഷിക്കുന്ന ദൈവം സംരക്ഷിക്കുന്ന ദൈവമാണ്. അപ്പോൾ നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ, നമ്മൾ പാപത്തിൽ മുങ്ങിത്താഴാതിരിക്കാൻ, നമ്മൾ തകർന്നു പോകാതിരിക്കാനൊക്കെയാണ് ദൈവം അത് ചെയ്യുന്നത്. ഇപ്പോഴും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ സംസാരിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇന്ന് 290ാമത്തെ ദിവസമാണ് ഈ വർഷം. അപ്പൊ ഈ 290 ദിവസം ഞാനിവിടെ നിൽക്കുന്നതും ദൈവമക്കൾ ഇവിടെ ഇരിക്കുന്നതും നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവം നമ്മളെ രക്ഷിച്ച് സംരക്ഷിച്ചത് കൊണ്ടാണ്, ദൈവം നമ്മളെ പരിപാലിച്ചുകൊണ്ടാണ്. ആ വാക്കിന്റെ 4ാമത്തെ അർത്ഥം മോചിപ്പിക്കുക എന്നതാണ്. സേവ് ചെയ്യുക എന്നൊരർത്ഥം അതിന് കൊടുത്തിട്ടുണ്ട്. പിശാചിന്റെ കയ്യിൽ നിന്നൊക്കെ ദൈവം നമ്മളെ മോചിപ്പിക്കുവാനിടയാണ്. അപ്പോൾ വിടുതൽ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ 4 ചിന്തകൾ നമ്മുടെ മനസ്സിനകത്തേക്ക് വരുവാനിടയാകണം. 1, എന്നെ സ്വതന്ത്രമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. 2, എന്നെ യഥാസ്ഥാനത്താക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത് ആത്മീയ ജീവിതത്തിലും നമ്മുടെ ഭൗതിക മേഖലയിലും, അതുപോലെ തന്നെ ശുശ്രൂഷകളോട് ബന്ധപ്പെട്ടും സഭയോട് ബന്ധപ്പെട്ടും കുടുംബങ്ങളോടും ഒക്കെ ബന്ധപ്പെട്ട് ദൈവത്തിന് ചെയ്യാനായി കഴിയും. 3ാമത്തെ കാര്യം, എന്നെ രക്ഷിച്ച് സംരക്ഷിപ്പാൻ കഴിയുന്ന ദൈവം. വിടുതൽ എന്ന പദം കൊണ്ട് അതുകൂടി ഉദ്ദേശിക്കുന്നുണ്ട്. 4ാമത്തേത്, എന്നെ മോചിപ്പിക്കാൻ കഴിയുന്ന ദൈവം. ഈ 4 അർത്ഥങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഭരിക്കുകയും ചെയ്യുവാൻ ഇടയാകണം. ഇനിയും നമുക്ക് വിടുതൽ എന്ന ചിന്തയിലേക്ക് കടന്നു വരുവാൻ കഴിയണം. ആരാണ് വിടുവിക്കുന്നത്? വിടുവിക്കാം എന്ന് പറഞ്ഞ ഒത്തിരി പേർ നമുക്ക് കാണാൻ കഴിയും. വിടുവിക്കാമെന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട്. വിടുതൽ വാഗ്ദാനം ചെയ്തവരുണ്ട്. അവരൊക്കെ അവരവരുടെ മേഖലകളിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്. നവോത്ഥാന നായകന്മാരായി വന്നവരുണ്ട്. അവർ നേരെക്കുറെ ചെയ്തിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം വിടുതൽ അല്ലെങ്കിൽ വിടുവിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ്?
കുറിച്ചാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. നമുക്കത് വായിക്കാം. അതിനോട് ബന്ധപ്പെട്ട വാക്യം റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തുടങ്ങാം. റോമാലേഖനം 11-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. ഇതൊരു പ്രവചന ദൂതാണ്. ഇത് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രാവചനിക ദൂതുകൂടെയാണ്. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുമെന്ന്, അവരെ രക്ഷിക്കുന്നവൻ സിയോനിൽ നിന്ന് വെളിപ്പെട്ട് വരുമെന്നും ഒക്കെ ആ തിരുവചനം പറയുമ്പോൾ നടക്കപ്പെടുവാനുള്ള ഒരു പ്രവചനമായിട്ടൂടെ ഇതിനെ നിലനിർത്തിക്കൊണ്ട് നാം പഠിക്കുമ്പോൾ മനുഷ്യവർഗത്തിന്റെ വിടുതലിന്റെ രക്ഷകൻ സിയോനിൽ നിന്ന് വെളിപ്പെടുന്ന കർത്താവാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അതിനാണെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് അവർ കുത്തിയവങ്കിലേക്ക് നോക്കുകയോ വിടുതലിന് വേണ്ടി മശികയോട് പ്രാർത്ഥിക്കുകയോ അവരെ വിടുവിപ്പാൻ മശിക എഴുന്നേറ്റ് വരികയും ചെയ്യുന്ന നാളുകളൊക്കെ ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം പ്രവചനാത്മാവിൽ ദൈവദൂതായി വിളിച്ചു പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇത് നടക്കാൻ തുടങ്ങുന്ന ഒരു പ്രവചനമായി നിൽക്കാൻ തന്നെ ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് അതേ നടക്കപ്പെടുന്ന നടക്കപ്പെട്ട ഒരു വാഗ്ദത്ത നിവർത്തിയുണ്ട്. ഇന്നേക്ക് 4000-6000 വർഷങ്ങൾക്ക് അപ്പുറത്ത് നടക്കപ്പെട്ട ഒരു പ്രവചനമുണ്ട്. സ്ത്രീയുടെ സന്തതിയായ ഒരുവൻ ജനിക്കപ്പെടുമെന്ന്, അവൻ സർപ്പത്തിന്റെ തല തകർക്കുമെന്നും ഒക്കെ പ്രവചിച്ച് ആ പ്രവചനത്തിന്റെ നിവർത്തി വെളിപ്പെടേണ്ടത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് അന്ന് കേട്ട പ്രവചനത്തിന് 4000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഒരുവൻ വിടുവിപ്പാൻ ഇറങ്ങി വന്നു. അതാണ് മാറ്റമില്ലാത്ത കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മളെ രക്ഷിപ്പാൻ ഇടയായി തീർന്നു. മനുഷ്യവർഗത്തെ അവൻ വിടുവിപ്പാൻ ഇടയായി തീർന്നു. ഏതൊക്കെ ഇടങ്ങളിൽ നിന്ന് ദൈവത്തിന് നമ്മെ വിടുവിപ്പാൻ കഴിയും എന്ന് നാം ഈ പകൽക്കാലം ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നോക്കുക, വിടുവിപ്പാൻ ഇറങ്ങി വന്ന നിരവധി പേരുണ്ട്, ഒട്ടനവധി പേരുണ്ട്. അവരവരുടെയൊക്കെ മേഖലകളിൽ വിടുതൽ പ്രദാനം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ മനുഷ്യന് കയറി ചെല്ലാൻ കഴിയാത്ത, മനുഷ്യൻ ഇടപെടാൻ കഴിയാത്ത, മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയാത്ത, ഇവിടെ അവതരിക്കപ്പെട്ട പലർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ചില മേഖലകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഈ പകൽ നാം ചിന്തിപ്പാൻ തുടങ്ങുകയാണ്. യേശു കർത്താവ് എവിടെ നിന്നൊക്കെ നമ്മെ വിടുവിക്കുന്നു. നമുക്ക് വായിക്കാം. റോമാലേഖനത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കണം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ആദ്യം വായിക്കണം. അതിനുശേഷം 7-ാം അധ്യായം 24-25 വാക്യങ്ങളോട് വായിക്കാം. ആദ്യം 6-ാം അധ്യായം 22-ാമത് വാക്യം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തിന് നമ്മൾ ആരായിരുന്നു? ദാസന്മാരായിരുന്നു, കീഴ്പ്പെട്ടിരുന്നു, അടിമകളായിരുന്നു. പാപം നമ്മുടെ മേൽ വാണെന്നും പാപം നമ്മുടെ മർത്യശരീരങ്ങളിൽ വാണുകൊണ്ടിരുന്നെന്നും അത് വാഴ്ച നടത്തിക്കൊണ്ടിരുന്നെന്നും നമ്മുടെ മേൽ ആധിപത്യം നടത്തിക്കൊണ്ടിരുന്നെന്നും നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നെന്നും ഒക്കെ അവിടെ വായിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുകയാണ്, ആ പാപത്തിന് ദാസന്മാരായിരുന്നു നമ്മളെ വിടുവിപ്പാൻ ന്യായപ്രമാണത്തിനും കഴിയാതെ വന്നപ്പോൾ ഒരുവൻ നമ്മളെ വിടുവിച്ചു. ആ വിടുതലിന്റെ ഫലം എന്താണ്? രണ്ടാണ് ആ ഫലം. ഒന്ന്, അത് നീതീകരണമായി മാറുവാനിടയായി തീർന്നു. പാപത്തിന്റെ ഫലത്തിൽ നിന്ന് നമ്മളെ നീതീകരിച്ചത് കർമ്മമാർഗങ്ങളല്ല, നാം കൊടുത്ത സ്തോത്ര കാഴ്ചയല്ല, നാം നടത്തിയ അന്നദാനങ്ങളല്ല, നാം കൊടുത്ത വസ്ത്രദാനമല്ല, മറിച്ച കുഞ്ഞാടിന്റെ രക്തത്താൽ അവൻ നമ്മളെ നീതീകരിപ്പാനിടയായി. അതിന്റെ അനന്തര ഫലം എന്താണ്? ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഫലം നീതീകരണമാണെങ്കിൽ അതിന്റെ അനന്തര ഫലം നടക്കാൻ തുടങ്ങുന്ന മറ്റൊരു ഫലമുണ്ട്. അത് നിത്യജീവനാണ് എന്ന് പറഞ്ഞാൽ പാപം എന്റെ മേൽ വാഴ്ച നടത്തിയപ്പോൾ കർത്താവിനെ വിടുവിപ്പാനിടയായി എന്നെ സ്വാതന്ത്ര്യം നൽകി. ഏതിൽ നിന്ന്? പാപത്തിൽ നിന്ന് എനിക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചു, പാപത്തിൽ നിന്ന് എനിക്കൊരു മോചനം ലഭിച്ചു, പാപത്തിൽ നിന്ന് അവൻ എന്നെ രക്ഷിച്ചു. എന്നിട്ട് തന്നെ നീതിയാൽ ആ തേജസ് മടക്കി തന്നിട്ട് എന്നെ പഴയ പദവിയിലേക്ക് അവൻ തിരികെ എത്തിപ്പാനിടയായി. അവിടെ കൊണ്ടത് തീർന്നില്ല. എനിക്ക് നീ ലഭിക്കപ്പെടാൻ
കൊടുക്കാൻ തുടങ്ങുന്ന ഒരു അനുഗ്രഹമുണ്ട്. അതിന്റെ പേര് നിത്യജീവൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണ് ഇവിടെ അടയപ്പെട്ടാൽ എന്റെ ആത്മാവ് നിത്യതയ്ക്കായി ഒരുക്കപ്പെടുമെന്ന്, നിത്യ നരകത്തിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ച് നിത്യജീവനിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം എന്നെ രക്ഷിച്ചത് പാരമ്പര്യമല്ല, കർമ്മയാചാര്യ അനുഷ്ഠാന മാർഗങ്ങളല്ല, മനുഷ്യനെ വിടുവിച്ചത് അതേ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് പൗലോസ്ലീഹ അവിടെ തെളിയിക്കുകയാണ്. അത് തെളിയിക്കാൻ ഞാൻ ഒരു ഭാഗം കൂടെ എഴുതി. 7-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? നോക്കണേ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അരിഷ്ടം കുടിച്ച മനുഷ്യനെന്നല്ല. പണ്ടെടുത്ത വായിച്ച അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ തന്നെ ആര് വെടിവെക്കുമെന്ന്. വാസ്തവത്തിൽ നീ ഇങ്ങനെ വായിച്ചാൽ ഞാൻ നിന്നെ വെടിവെക്കുമെന്ന് പറഞ്ഞ ആ വാക്യം അങ്ങനെയല്ല. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അരിഷ്ടം കുടിച്ച മനുഷ്യനെന്നല്ല. പാപം വാഴുന്ന, അകൃത്യം വാഴുന്ന ചിന്ത, ഇച്ഛ, വികാര, വിചാരങ്ങൾ, പാപത്തിന് കീഴ്പ്പെട്ടു പോയ, സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത, ന്യായപ്രമാണത്തിന് കാരണം ന്യായപ്രമാണം എന്നൊക്കെ പറയാൻ കാരണം എന്നറിയാമോ? ഇദ്ദേഹം അതല്ല, പരിഹാർത്തീതൊരാളാ, കാണാതെ പഠിച്ച ഒരാളാണ് ഈ പൗലോസ്. ഞാൻ പഠിച്ച ന്യായപ്രമാണത്തിന് എന്നെ വിടുവിപ്പാൻ കഴിയാതിരുന്നപ്പോൾ, അവിടുത്തെ യാഗങ്ങൾക്കും കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും എന്നെ വിടുവിപ്പാൻ കഴിയാതിരുന്നപ്പോൾ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയാൻ കാരണം എന്റെ ചിന്തകളിൽ, എന്റെ വിചാരങ്ങളിൽ, എന്റെ ഇച്ഛകളിൽ, എന്റെ ശരീരത്തിനകത്ത് ഈ പാപം വാഴുകൊണ്ടിരിക്കുകയാ. അവിടെയാണ് ആ മനുഷ്യൻ നിലവിളിച്ചത്. ഈ പാപത്തിന് അധീനമായ ഈ മരണത്തിന്, പാപത്തിന്റെ ശമ്പളം മരണം. റോമാലേഖനം 6:23. അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരും മരിക്കുന്നില്ലേ? അതല്ല മരണം. ആ മരണം രണ്ടാം മരണം എന്ന തീപ്പൊയ്കയാണ്. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവന്റെ മേൽ രണ്ടാം മരണത്തിന് എന്തില്ല? അധികാരമില്ല. അവൻ രണ്ടാം മരണം കത്തുന്ന തീപ്പൊയ്കയാണ്. അവിടെയാണ് ദൈവവൃത്യൻ പറയുന്നത്, അയ്യോ ആ മരണത്തിൽ നിന്ന് ഈ പാപം വസിക്കുന്ന ശരീരത്തെ വിടുവിക്കാൻ, വീണ്ടെടുക്കാൻ, ആ മരണത്തെ ഒഴിവാക്കി മാറ്റാൻ ആർക്ക് കഴിയും എന്നൊരു ചോദ്യം ചോദിച്ചു നിർത്തിയിട്ട് ഉത്തരം പറയാതെ നിർത്തുകയല്ല, അതിനൊരു മറുപടി തന്നെ പറയുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പദം അവിടെ വായിച്ചത് ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? അടുത്ത വാക്ക് നമ്മുടെ കർത്താവായ സ്തോത്രം ചെയ്യാൻ കാരണമെന്താ? എന്നെ വിടുവിപ്പാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യത്തിന് മറുപടി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ ജയം എനിക്ക് ലഭിക്കപ്പെട്ടു എന്നതല്ല. അതുകൊണ്ടാണ് 8-ാം അധ്യായത്തിൽ 1 വായിക്കുന്നത്, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചിന്ത നമ്മൾ മനസ്സിലാക്കണം. ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, ഈ മരണത്തിൽ നിന്ന് ആര് വിടുവിക്കുമെന്ന് ചോദിക്കുമ്പോൾ, പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിപ്പാൻ ഇന്ന് വരെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു മെഡിക്കൽ ഷോപ്പിലും അതിനുള്ള മരുന്നില്ല, ഒരു ആശുപത്രികളിലും അതിനില്ല. മനുഷ്യന്റെ അസ്ഥികളിൽ കടന്നുകൂടിയിരിക്കുന്ന, അവന്റെ ചിന്തകളിൽ കടന്നുകൂടിയിരിക്കുന്ന പാപത്തെ സ്കാൻ ചെയ്യാൻ ഇന്ന് വരെ ഒരു സ്കാനിങ് മെഷീൻ കണ്ടുപിടിച്ചിട്ടില്ല. എക്സ്റേ കണ്ണുകൾക്ക് അതിന് കഴിയത്തില്ല. ഒരു വൈദ്യശാസ്ത്രത്തിലും അതിന് മരുന്നില്ല. ആയുർവേദമില്ല, അലോപ്പതിയില്ല, ഹോമിയോപ്പതിയില്ല, കാട്ടുവൈദ്യമില്ല, അതേ പച്ചമരുന്നില്ല, ഒന്നിനും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യൻ അടിഞ്ഞുകൂടി അവന്റെ രക്തത്തിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ പാപത്തിൽ അവനെ വിടുവിപ്പാൻ ആർക്കും കഴിയാതിരിക്കെ പൗലോസ് അതുകൊണ്ടാ പറഞ്ഞത്, അയ്യോ ഈ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ഈ പാപത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന എന്റെ ശരീരത്തെ വിടുവിപ്പാൻ ആർക്ക് കഴിയോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം, പ്രത്യാശയുടെ ലേഖനമാകുന്ന കൊരിന്ത്യർ
ലേഖനം എഴുതിയിട്ട് ഒടുവിൽ താൻ പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ മരണത്തിന്മേൽ ജയം തരുന്ന, പാപത്തിന്മേൽ ജയം തരുന്ന, അതേ അശുദ്ധിയുടെ മേൽ ജയം നൽകി തരുന്ന, പിശാചിനെ ജയിക്കാൻ, ലോകത്തെ ജയിക്കാൻ എനിക്ക് അതേ കഴിവ് തരുന്ന, കൃപ തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവന് മാത്രമേ എന്നെ വിടുവിപ്പാൻ കഴിയത്തുള്ളൂ. ആ പദം കുറച്ചുകൂടെ നന്നായി നാം മനസ്സിലാക്കി. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കണം. 24 അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ. അപ്പൊ ഈ ശരീരം എന്തിന് അധീനമാണ്? മരണത്തിന് അധീനമാണ്. നമ്മള് കുറച്ചു നാളുകൂടെ ജീവിച്ചിരിക്കാൻ ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും, ഇല്ലേ? അതുകൊണ്ടല്ലേ കോവിഡ് മാസ്ക് വെച്ചേ, അതുകൊണ്ടല്ലേ വാക്സിൻ എടുത്തേ, അതുകൊണ്ടല്ലേ ചെറിയൊരു ഗ്യാസ് കയറുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡോക്ടറെ കാണാൻ ഓടുന്നത്. ജീവിക്കാൻ കാശ് ഇഷ്ടംപോലെ പോക്കറ്റിൽ കിടക്കുന്നതുകൊണ്ടാണ്. അല്ലല്ലോ, കുറച്ച് നാൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് കുറച്ച് നാളുകൂടെ എന്ത് ചെയ്യണം. അതുകൊണ്ടല്ലേ ലഡു ഇഷ്ടമാണെങ്കിലും കാണിച്ചാൽ ഹോട്ടലിൽ ഇരിക്കുന്ന ബൊമ്മ തലയാടുന്നത്. ഞാനെല്ലാം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കഴിച്ച് ഷുഗർ കൂടി തട്ടിപ്പോകുന്നുള്ള പേടി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കൊളസ്ട്രോൾ മോഡലായി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ വളർന്നതും കുടിച്ചതും ഒന്നും എന്ത് ചെയ്യത്തില്ല. ആ ഭാഗം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പറയും, ദൈവം ചെയ്ത് എണ്ണ കൊടുത്ത് വീട്ടിൽ എന്ത് ചെയ്യരുത്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. കാരണം തട്ടിപ്പോകുന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മരിക്കാൻ നമുക്കാർക്കും ആഗ്രഹമില്ല. പക്ഷേ എന്നാലും പൗലോസ് പറയുന്നത് ഈ ശരീരം എന്തിന് അധീനമാണ്? മരണത്തിന് അധീനമാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, മരുന്നുകൾക്ക് ഒരു പരിധി വരെ നമ്മുടെ ആയുഷിനെ പിടിച്ചു നിർത്താൻ കഴിയുമ്പോഴോ നമ്മൾ തിരിച്ചറിയണം, ആത്മമരണത്തെ തടുക്കാൻ ഒരു മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ വിഷയം വിടുതലാണ്. അങ്ങനാണെങ്കിൽ പൗലോസ്ലിഹ ചോദിക്കുകയാ, പാപത്തിന് അധീനമാകുന്ന ശരീരത്തിൽ നിന്ന് ഈ മരണത്തിന് അധീനം രണ്ട് ചിന്ത നമ്മൾ എടുക്കണം. ഒന്ന്, എന്റെ ശരീരം പാപത്തിന് അധീനമാണ്, അതുകൊണ്ട് തന്നെ ഇത് മരണത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ശരീരമാണ്. എന്നാൽ എന്നെ വിടുവിപ്പാൻ ആർക്ക് കഴിയോ? അതുകൊണ്ടാണ് മനുഷ്യനിലേക്ക് മരണഭയം വരാൻ കാരണം മരണത്തിനപ്പുറത്തെ ജീവിതത്തെ കുറിച്ചുള്ള ആശങ്കകളാണ്. എന്നാൽ ഇബ്രാഹിം ലേഖനം 2:14 വാക്യം വായിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി അത് ഇറങ്ങി വന്നിട്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയിട്ട് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായവരെ അവൻ എന്ത് ചെയ്തു? വിടുവിച്ചു, അല്ലെങ്കിൽ രക്ഷിപ്പാനിടയായി. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, അവിടെയും പറയുന്ന പദം എന്താ? മനുഷ്യൻ ഭയത്തിന് അടിമകളായിരുന്നു. അപ്പോൾ അവരെ വിടുവിപ്പാൻ ഒന്നാമത്തെ ചിന്ത, പാപത്തിൽ നിന്ന് ആർക്ക് വിടുവിക്കാൻ കഴിയോ? പാപത്തിൽ നിന്നുള്ള വിടുതൽ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അത് നമ്മൾ പ്രാപിച്ചവരാണ്. എന്താ അതിന്റെ കാരണം? പാപത്തിന് അധീനമായ ശരീരം ദൈവത്തിന്റെ മക്കളെ, നമ്മൾ പലതിനും അടിമകളാകട്ടോ. നമ്മൾ പലതിനും അടിമകളാണ്. ഒന്നിനല്ലെങ്കിൽ മറ്റൊന്നിന് നമ്മൾ അടിമകളാ. നമ്മുടെ കണ്ണടിമയായി കിടക്കുന്നു. അടിമയെന്നർത്ഥം നമ്മുടെ മേൽ മറ്റൊന്ന് ആധിപത്യം നടത്തുന്നു എന്നാണ്. എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നിയന്ത്രണ വിധേയമായി നിൽക്കാൻ കഴിയാതെ വേണം. അതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാ, കടിഞ്ഞാണിട്ടൊരു കുതിരയെ അതിന്റെ മുകളിൽ ഇരിക്കുന്നവൻ നിയന്ത്രിക്കും. എന്നാൽ കടിഞ്ഞാൻ പൊട്ടിയ ഒരു കുതിരയെ നിയന്ത്രിക്കാൻ ഒരുത്തനും കഴിയത്തില്ല. അതേ കഴുത്തിൽ അതേ വട്ടക്കയറ് കെട്ടുന്ന ഒരാനയെ അതിന്റെ പുറത്തിരിക്കുന്ന പാപ്പാൻ എന്ത് ചെയ്യുക? കാലത്തിന്റെ ഇടയിലൂടെ വിരലുകൾ കൊണ്ട് നിയന്ത്രിക്കാം. എന്നാൽ മതം പൊട്ടി ആനയെ നിയന്ത്രിക്കാൻ ഒരുത്തനും കഴിയത്തില്ല. ഞാൻ പറഞ്ഞു വരുന്ന ചിന്ത, നമ്മുടെ ശരീരം ഇതുപോലെയാണ്. ആത്മാവിന് നിയന്ത്രണമാകാതെ മാറുന്ന ചില മേഖലകളുണ്ട്. അത് ചിലർക്ക് കണ്ണാകാം, അത് ചിലർക്ക് കാലാകാം, അത് ചിലർക്ക് നാവാകാം, അത് ചിലർക്ക് കൈകാലുകളാകാം, അത് ചിലർക്ക് വിരലുകളാകാം, അത് ചിലർക്ക് ചിന്തകളാകാം. അവിടെയാണ് പൗലോസ്ലിഹ പറഞ്ഞത്, എന്നെ കീഴ്പ്പെടുത്തുന്ന, എനിക്ക് ജയിക്കാൻ കഴിയാത്ത, ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് എനിക്ക് ജയിക്കാൻ കഴിയാത്തവണ്ണം എന്റെ അവയവങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന ആ പാപത്തിന്റെ ശക്തിയെ ജയിക്കാൻ ആർക്ക് കഴിയോ? ആരതിനകത്തും തന്നെ വിടുവിക്കുക, ആരതിനകത്തും തന്നെ രക്ഷിക്കുക. അതിനുള്ള മരുന്നുണ്ടോ? അതിനുള്ള ടാബ്ലറ്റ്സ് ഉണ്ടോ?
അതിനുള്ള ട്രിപ്പ് ഉണ്ടോ, അതിനുള്ള ഇഞ്ചക്ഷൻ ഉണ്ടോ, അത് കൗൺസിലിംഗ് കൊണ്ട് നടക്കുമോ, അതിന് ഏതെങ്കിലും ഡോക്ടേഴ്സിനെ സമീപിച്ചാൽ കഴിയുമോ, അതിനാരെ സമീപിക്കണം? അതിന്റെ മറുപടി അവിടെ പറഞ്ഞത് യേശു ക്രിസ്തുവിന് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞ കർത്താവ് തമ്മിൽ വാട് തുടങ്ങിയാൽ, അവന്റെ ആത്മാവ് തമ്മിൽ വസിച്ചു തുടങ്ങിയാൽ, ദൈവാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ ശരീരം നിയന്ത്രണ വിധേയമായി മാറുമെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ 24-25 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ. അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ഒരു ചോദ്യത്തിന് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, എന്നെ ആരും വിടുവിക്കും? അടുത്ത വാക്ക്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സ്തോത്രം ചെയ്യാൻ കാരണം എന്റെ ആ ചോദ്യത്തിന്റെ മറുപടി ക്രൂശിൽ വെളിപ്പെട്ടതാണ്. അത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കാരണം ദൈവമാണ് തന്റെ പുത്രനെ എനിക്ക് വേണ്ടി തന്നത്. പുത്രനത് മനസ്സോടെ ഏറ്റെടുക്കുവാനിടയായി ഇന്ന് മകനും നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന്. നമ്മളൊക്കെ ഒരിക്കൽ പലരും മദ്യത്തിന് അടിമകളായവരുണ്ട്, ലഹരികൾക്ക് അടിമകളായി ജീവിച്ചവരുണ്ട്. അങ്ങനെ ജീവിച്ച അതേ മനുഷ്യനെ വിടുവിപ്പാൻ ദൈവത്തിന്റെ കരം കർത്താവ് നീട്ടുവാനിടയായി ഞാൻ ഈ മകൻ അവൾ ഒരു ദൂതൂടെ പറയാ. എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടക്കാത്തത് കൊണ്ട് ഈ ശരീരം പലപ്പോഴും പാപത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്ന ശരീരമാണ്. അതുകൊണ്ടല്ലേ നമ്മള് ചിലപ്പോ പറയത്തില്ലേ, ഞാൻ പാസ്റ്ററെ ഒന്ന് പറയണ്ട ആഗ്രഹിച്ചാലും പറയാതിരിക്കാൻ പറ്റത്തില്ല, എന്റെ നാക്കങ്ങ് ചൊറിഞ്ഞു വരും എന്ന് പറയത്തില്ല. ആ ചൊറിച്ചില് ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാ. അതെ, നമ്മൾ പലപ്പോഴും ചിലതൊക്കെ കാണാത്ത വേണ്ടാത്ത ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു കുറ്റബോധം, കർത്താവേ അപ്പാ എന്നോട് ക്ഷമിക്കണം, അപ്പച്ചാ ഇന്ന് രാത്രി എന്നെ തട്ടിക്കളയല്ലേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ. അന്ന് രാത്രി വെടി തീർന്ന സ്വർഗത്തിൽ പോകത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് കർത്താവ് എന്നോട് ക്ഷമിക്കണം, ഞാൻ നാളെ തൊട്ട് എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. അതിന്റെ കാരണം എന്നറിയാമോ? രാത്രി ഉറങ്ങാൻ പോകുന്നതുകൊണ്ടാ, കണ്ണിനകത്ത് ഉറക്കം കയറി എനിക്ക് ഉറങ്ങണം. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആദ്യം വഴിയല്ല എന്ത് ചെയ്യുന്നത്? ഇത് കേൾക്കരുതെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു ദിവസം 4 പേരെ കുറ്റം കേട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു വേദനക്കേടാണ്. ഇതിന്റെ മുഴുവൻ അസുഖവും എവിടുന്ന് വരുന്നതാണ്? ഈ പറഞ്ഞ വിഷയമാണ്. ജഡത്തിന്, അത് ജഡത്തെ വാഴുന്ന ശക്തി എന്ന. ഞാൻ ആ വിഷയത്തിലേക്ക് പോയാൽ വേറൊരു മെസ്സേജിലേക്ക് പോകുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് മടങ്ങുന്നു. വായിക്കാൻ ഭാഗം. ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അപ്പോ ഈ ജഡത്തിനകത്ത് വാഴുന്ന പാപത്തിന്റെ ശക്തി, അതിനെ വിടുവിപ്പാൻ ആർക്ക് കഴിയും? അത് യേശു ക്രിസ്തുവിനാൽ നടക്കുന്നു. അതിന്റെ മറുപടിയാണ് 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ 1-ാമത്തെ ചിന്ത, പാപത്തിൽ നിന്നുള്ള വിടുതൽ ആര് നൽകി തരുന്നു? ഞാനൊരു ഉദാഹരണം പറയാം. ബൈബിൾ തന്നെ യേശു കർത്താവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു സഹോദരിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർ പറഞ്ഞ ന്യായപ്രമാണ പ്രകാരം ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണം. അതാണ് മോശയുടെ ന്യായപ്രമാണം പറയുന്നത്. അങ്ങ് എന്തു പറയുന്നു? കർത്താവ് കുനിഞ്ഞിരുന്ന് നിലത്തെന്ത് ചെയ്തുകൊണ്ടിരുന്നു? എഴുതിക്കൊണ്ടിരുന്നു. തല പൊക്കി നോക്കിയപ്പോൾ കല്ലെറിയാൻ വന്ന ആരെയും കണ്ടില്ല. കർത്താവിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, പോകാ, മേലാൽ എന്ത് ചെയ്യാൻ പാടില്ല? പാപം ചെയ്യാൻ പാടില്ല. സ്ത്രീയെ, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. പോകാ, മേലാൽ പാപം ചെയ്യരുത്. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുമ്പോഴും യേശു കിടക്കിയെടുത്ത് നടക്കുക എന്നല്ല പറഞ്ഞത്, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് പകൽ 1-ാമത്തെ ചിന്ത, പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ ആർക്ക് കഴിയോ? അതിന്റെ മറുപടി കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നാം അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ വ്യാപരിക്കുന്ന ഏതെങ്കിലും പാപമയത്തങ്ങൾ ഇന്നും നമ്മളെ അത് തുടർന്നു കൊണ്ടിരിക്കുന്നെങ്കിൽ കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ആ നിത്യ നരകമെന്ന മരണത്തിലേക്ക് വീഴാതിരിപ്പാൻ എനിക്ക് അവിടുന്ന് ഒരു മാറ്റം ഉണ്ടാകാൻ, നിത്യജീവൻ എന്റെ മേൽ വ്യാപരിക്കപ്പെടേണ്ടതിന് എനിക്ക് ജയിക്കാൻ കഴിയാത്ത
എനിക്ക് അതിജീവിക്കാൻ കഴിയാത്ത, എനിക്ക് ആത്മാവിൽ സ്വാതന്ത്ര്യമാകാൻ കഴിയാത്ത, അതേ എന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ പാപമയത്തെ അതിനകത്തുനിന്ന് എനിക്കൊരു ജയം വേണം, എനിക്കൊരു വിടുതൽ വേണം. അത് കർത്താവായ യേശു ക്രിസ്തുവിനാൽ നടക്കപ്പെടും. അവിടുത്തെ കരം എന്റെ മേൽ വ്യാപരിക്കപ്പെടും. രണ്ടാമത്തെ ചിന്ത, ദൈവം വിടുവിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് വരിക. അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 11-ാം വാക്യം. സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോട് കൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. മനുഷ്യന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം എന്ന ചിന്ത അവിടെ വായിച്ചത്, എന്റെ സഹോദരനാകുന്ന ഏശാവിന്റെ കയ്യിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? രക്ഷിക്കണം, വിടുവിക്കണം എന്ന അർത്ഥമാണ്. നമുക്ക് ആ ഭാഗം അറിയാം. അമ്മായിയപ്പന്റെ വീട്ടിൽ നിന്ന് അപ്പന്റെ വീട്ടിലേക്ക് വരുന്ന യാക്കോബിനെ കുറിച്ചാണ് ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. ഭാര്യമാരും മക്കളും ആടുമാടുകളുമായിട്ടൊക്കെ വന്ന് യാബോക്ക് കടവിന്റെ തീരത്ത് എത്തുന്ന യാക്കോബ്. അന്ന് രാത്രിയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന യാക്കോബ് വേറെ ഭാര്യമാരെയും മക്കളെയെല്ലാം ആറ്റിന്റെ അക്കരെ കിടത്തിയിട്ട് താൻ ഇക്കരെ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനാ വാചകത്തിന്റെ ഒരു വാചകമാണ് നമ്മൾ വായിച്ചത്. പ്രാർത്ഥന വിടുവിക്കണമെന്നും പറഞ്ഞല്ല തുടങ്ങുന്നത്. പ്രാർത്ഥന തുടങ്ങുന്നത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഞാൻ ഒരു വഴിയുമായിട്ട് ഈ യോർദാൻ വിട്ടു, രണ്ടു കൂട്ടമായി ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ വന്ന വഴികൾ, നടത്തിയ വഴികൾ, ഇതെല്ലാം ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് പറയുക, കർത്താവേ ഈ നന്മ മുഴുവൻ അപകരിച്ചു കൊണ്ടുപോകാൻ അതേ മനുഷ്യൻ കടന്നു വരിക, എന്നെ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയും. താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണമെന്നറിയാമോ? യാക്കോബിനൊരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ മിടുക്കനാണ്, മറ്റുള്ളവരെക്കാളൊക്കെ ഞാൻ സമർത്ഥനാണ്, ഞാൻ സഹോദരനെ കളിപ്പിച്ചവനാണ്, ഞാൻ അപ്പനെ കളിപ്പിച്ചവനാണ്, ഞാൻ എല്ലാവരെയും കളിപ്പിച്ചവനാണ്, ഞാൻ മിടുക്കനാണ്, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല, എനിക്ക് എല്ലാവരെയും ജയിക്കാൻ കഴിയും. അതിമിടുക്കനായി നടന്ന യാക്കോബ് ഒടുവിൽ ദൈവത്തിന്റെ മുമ്പിൽ സറണ്ടർ ആകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നത്. യാക്കോബ് നിസ്സഹായനായി മാറുകയാണ്. യാക്കോബ് ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു കാഴ്ചയാ, കർത്താവേ മനുഷ്യന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണം. എന്താ വാക്കിന്റെ അർത്ഥമെന്നറിയാമോ? കുഞ്ഞെ, ദൈവത്തിനല്ലാതെ മറ്റാർക്കും നിന്നെ വിടുവിപ്പാൻ കഴിയത്തില്ലെന്ന് ദൈവം നമ്മളെ തെളിയിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. യാക്കോബ് അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം എന്താണ്? യാക്കോബിനെ നമുക്കറിയാം, സകല തരികിടകൾ ഉണ്ടായിരുന്ന ഒരാളാണ് യാക്കോബ്. യാക്കോബ് അപ്പനെ കളിപ്പിച്ചവനാണ്. എപ്പോഴാ യാക്കോബ് അപ്പനെ കളിപ്പിച്ചത്? കണ്ണ് കാണാൻ കഴിയാതിരിക്കുമ്പോൾ. എങ്ങനെ കളിപ്പിച്ചത്? ഒരാട്ടുകൊറ്റനെ അറുത്തിട്ടാണ് യാക്കോബ് അപ്പനെ കളിപ്പിക്കുന്നത്. യാക്കോബ് കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ മക്കൾ യാക്കോബിനെ കളിപ്പിക്കുവാനിടയായി. യാക്കോബ് ഒരാടിനെ അറുത്തിട്ട് അപ്പനെ കളിപ്പിച്ചത്. അതേ മക്കൾ യാക്കോബിന്റെ തലമുറ വന്നപ്പോൾ ഒരാടിനെ അറുത്തിട്ട് യാക്കോബിനെ കളിപ്പിച്ചു. യാക്കോബ് അപ്പനെ കളിപ്പിച്ചത് ഒരു ഉടുപ്പിട്ടുകൊണ്ട് വന്നിട്ട് യാക്കോബിന്റെ മക്കൾ യാക്കോബിനെ കളിപ്പിച്ചത് ഒരു ഉടുപ്പ് കാണിച്ചിട്ടാണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? ആരോഗ്യമുള്ളപ്പോൾ, ബുദ്ധിയുള്ളപ്പോൾ, കഴിവുള്ളപ്പോൾ നീ എന്തൊക്കെ ചെയ്ത് കളിപ്പിച്ചോ അത് നീ കണ്ണടയുന്നതിന് മുൻപ് തിരിച്ചതുപോലെ കൊയ്തെടുക്കുവാനിടയായി. നാം ഈ പകൽ അറിഞ്ഞിരിക്കുന്ന ഒരു ദൂതുണ്ട്. ദൈവത്തെ അറിയുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവവൈതലേ, ആരോഗ്യമുള്ളപ്പോൾ, കാശുള്ളപ്പോൾ, അതേ ബുദ്ധിയുള്ളപ്പോൾ, ജ്ഞാനമുള്ളപ്പോൾ നാം പലപ്പോഴും ദൈവ വ്യവസ്ഥയ്ക്ക് പുറത്ത് പലതും ചെയ്തേക്കാം. പക്ഷെ തിരിച്ചറിയണം, അതിനെല്ലാം ഒരു കൊയ്ത്ത് പിന്നീട് നടക്കുവാനിടയാ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അറിയായ്മയുടെ കാലങ്ങളെ ക്ഷമിക്കുന്ന ദൈവത്തിന് മുമ്പിൽ, ദൈവമേ അതെനിക്ക് അറിയാതെ ഞാൻ ചെയ്തതാണ്, എന്റെ അറിവുകേടാണ്, എന്റെ അറിവില്ലായ്മയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം. ഇനി മറ്റാരെങ്കിലും അത് ചെയ്യുന്നെങ്കിൽ അതോർത്ത് വിഷമിക്കണ്ട. അവനവൻ ചെയ്യുന്നത് തിരിച്ചു കൊയ്യുന്നൊരു കാലമുണ്ടായിരിക്കുക. നാം അതിനെ പ്രതികരിക്കാൻ നിൽക്കണ്ട, നാം അതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട, നാം അതിനകത്ത് ഒന്നും പറയാൻ നിൽക്കണ്ട. യാക്കോബിന്റെ ജീവിതത്തിൽ ഇതെല്ലാം തിരിച്ചു വന്നൊരു കാലമുണ്ട്. നമ്മളതറിയണം. ആത്മീക ഗോളത്തിൽ പലരും പല അഭ്യാസങ്ങൾ കാണിക്കുമ്പോൾ
എന്റെ നിങ്ങളുടെ ഹൃദയം തകർന്നു പോകരുത്, മടുത്തു പോകരുത്. നാം പലതിനെ ചോദ്യം ചെയ്യാനും നിൽക്കരുത്. അങ്ങനെ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ 2-3 തെളിവായി യാക്കോബിന്റെ കാര്യം പറഞ്ഞു. ഒന്ന്, കണ്ണ് കാണാൻ വയ്യാത്ത അപ്പനെയാണ് എന്ത് ചെയ്തത്? കളിപ്പിച്ചത്. അവന്റെ കണ്ണ് കാണുന്ന സമയത്ത് സഹോദരന്മാർ അല്ല മക്കൾ അവനെ കളിപ്പിക്കുന്നത്. ഞാനൊരു ദൂതോടൊന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. യാക്കോബ് ഓർത്ത് എന്നും ഇങ്ങനെ നിൽക്കാം, എന്നും ഇങ്ങനെ പോകാം. പക്ഷെ എന്താ സംഭവിച്ചതറിയാമോ? കള്ളത്തരത്തിലൂടെ വാങ്ങിച്ച അനുഗ്രഹം കൊണ്ട് ആ വീട്ടിൽ നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. വീട് വിടേണ്ടി വന്നു, നാട് വിടേണ്ടി വന്നു, ദേശം വിടേണ്ടി വന്നു. ഓടിപ്പോകുന്ന വേളയിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് 28-ാം അധ്യായത്തിൽ. അന്ന് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ നിന്റെ അപ്പന്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യാം? മടക്കി കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ അവിടെ കാലുകുത്താൻ കഴിയുന്നവൻ പ്രതീക്ഷിച്ചതല്ല. എന്നാൽ 20 വർഷം കഴിഞ്ഞ് ദൈവത്തിന്റെ നീതി അവന് വേണ്ടി വെളിപ്പെടുകയാ. അവൻ മടങ്ങി പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ 400 പേരുമായി ഏശാവ് യാക്കോബിനെ എതിരേറ്റു വരുന്നുവെന്ന വാർത്ത ആര് കേട്ടു? യാക്കോബ് കേട്ടു. യാക്കോബിന്റെ ഉള്ളിൽ സന്തോഷമല്ല തോന്നിയത്, പിന്നെ എന്താ തോന്നിയത്? ഭയമാകും. നമ്മൾ ചിന്തിച്ച് നമ്മുടെ സഹോദരങ്ങള് നമ്മളെ കാണാൻ വരും. ഞാനിപ്പം ബാംഗ്ലൂരിലേക്ക് മീറ്റിങ്ങിന് വേണ്ടി വന്നു. ഇപ്പൊ ബസ്സിക്ക് പേടിയാണോ സന്തോഷമാണോ ഉണ്ടായി? സന്തോഷമുണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും സഹോദരങ്ങൾ കാണാൻ വരുന്നെന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാകേണ്ടത്? പ്രത്യേകിച്ച് 10-20 വർഷം കഴിഞ്ഞിട്ട് കാണുക. പക്ഷെ യാക്കോബ് അന്നേരം മുട്ടുപറച്ചു തുടങ്ങിയെന്ന മുട്ടുമടക്കിന്റെ കാരണം എന്നറിയോ? ഞാനൊരു ദൂതം പറയാം. ദൈവമക്കളെ, ദൈവഹിതമല്ലാത്തത് എന്തെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിൽ വന്നു വെട്ടാൽ സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയത്തില്ല, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയത്തില്ല. ഒരു ഭയം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. നമ്മൾ മനുഷ്യന്റെ മുമ്പിൽ പൊടിയിട്ട് മുഖം മൂടിയൊക്കെ വെച്ച് നടക്കാം. പക്ഷെ നമ്മുടെ ഉറക്കത്തെ പോലും ഭയപ്പെടുത്തുന്ന ചില ഭയം നമ്മുടെ അകത്ത് വ്യാപരിക്കുക. അതാണ് യാക്കോബിന് സംഭവിച്ചത്. പക്ഷെ ഞാൻ മറ്റൊരു ചിന്തയിലേക്ക് മാറുകയോ. അന്ന് രാത്രി അവൻ യാബോക്ക് കടവിൽ ദൈവത്തോട് കരയാൻ തുടങ്ങി. ആ കരച്ചിലാണ് 11-ാമത്തെ വാക്യം. നമുക്കിത് മനസ്സിലാക്കാൻ 10-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചു പോകണം. 10-ാമത്തെ വാക്യം കൂടെ വായിക്കാം. നീ എന്നോട് കാണിച്ച സകലതയും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോദ്ധാൻ കടന്നത്. അവ പോയ വഴികളൊന്നും നാം മറന്നിട്ടില്ല. ഒറ്റ വടിയോടുകൂടെയാണ് പോയത്. അടുത്തത് ഇപ്പോഴോ രണ്ട് കൂട്ടമായി തീർന്നിരിക്കുന്നു. 2 കൂട്ടമായി മാറി. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഇപ്പോൾ ഒറ്റയ്ക്ക് പോയി, ഒരു വടിയുമായിട്ട് പോയി. ഇപ്പോൾ എങ്ങനെ മാറി? 2 കൂട്ടമായി മാറി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ യാക്കോബിന്റെ ജീവിതത്തിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അപ്പനെ കളിപ്പിച്ചു, ചേട്ടനെ കളിപ്പിച്ചു. ഈ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വടി വെക്കുന്നിടത്ത് കുട വെക്കാത്ത പ്രകൃതം കൊണ്ട് ജീവിച്ചവനാ. എന്നിട്ടും എന്ത് ചെയ്തു? അവന്റെ ജീവിതത്തിൽ നന്മയ്ക്ക് ഒരു കുറവും കിട്ടിയില്ല. അതുകൊണ്ട് ഈ പുറമേയുള്ള നന്മകൾ കണ്ട് ദൈവം അനുഗ്രഹിച്ചെന്നും അവർ ആത്മീകരാണെന്നും ഭക്തരാണെന്നും ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്? തെറ്റിദ്ധരിച്ചു പോകരുത്. ആ തെറ്റിദ്ധാരണ ശരിയല്ല. എന്നാൽ യാക്കോബ് ശരിക്കും ഉടഞ്ഞത് യാബോക്കിലാണ്. യാക്കോബ് ശരിക്കും മുട്ടുമടക്കിയത് യാബോക്കിലാണ്. കാരണം 400 പേരുമായി തന്നെ എതിരേൽക്കാൻ വരുന്ന ഏശാവിന്റെ വാർത്ത കേട്ടപ്പോൾ യാക്കോബിന്റെ ഉള്ളം ഒന്ന് ഭയപ്പെട്ടു. അത് ഞാൻ അവിടെ പറയുന്നുണ്ട്. എന്റെ ഭാര്യമാരെയൊക്കെ പിടിച്ചുകൊണ്ട് താഴേക്ക് വായിച്ചു. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അടുത്ത വാക്ക്. പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെ നമ്മുടെ വിളിച്ചത് ഭാര്യയെ കുറിച്ചാ, ആടുമാടുകളെ കുറിച്ചൊന്നുമല്ല. പിള്ളാരെ പിടിച്ചുകൊണ്ടുപോയി ഭാര്യമാരെ കൊന്നു കളയുമെന്ന് പുള്ളിക്കൊരു പേടി. ലേയ പോയാലും കുഴപ്പമില്ല, റാഹേല് പോയാൽ പുള്ളിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്ത പേടി അവിടെ ഉണ്ട്. 50 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് അവർ കാണുന്നു, അവർ കെട്ടിപ്പിടിച്ചു. എന്ത് ചെയ്യുന്നു? അവർ പൊട്ടിക്കരഞ്ഞു. അവിടെ കൂടെ തീർന്നില്ല. അപ്പന്റെ വീട്ടിലേക്ക് യാക്കോബിനെ അവൻ തിരികെ കൊണ്ടുപോകുകയാണ്.